വെൽക്കം ബാക്ക് ടു മൈ ചാനൽ M&M ടോക്സ്. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് മിറാക്കിൾ ഗാർഡനിലേക്കാണ്. മിറാക്കിൾ ഗാർഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ചെടികളൊക്കെ പൂക്കളൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. പിന്നെ ഈ കൊട്ടാരം പോലെയാണ്. ആക്കി ഇങ്ങനെ കയറി പോകാൻ പറ്റും. പിന്നെ സൂര്യകാന്തി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിനെ കുറച്ചായിട്ട് നോക്കി നിന്ന് ഇതിലൊന്നും പറിക്കാൻ പാടില്ല, പൂക്കളൊന്നും പറിക്കാൻ പാടില്ല, മണക്കാം, കുഴപ്പമില്ല. പിന്നെ ഒരു കുട ഷേപ്പിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു ഹാർട്ട് ഷേപ്പിലുണ്ടായിരുന്നു. അവിടെ നിലത്തൊക്കെ നിറച്ച് പൂക്കളൊക്കെ ഉണ്ട്. അത് ഫോട്ടോ സ്പോട്ടാട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരേ ഡിസൈനിൽ തന്നെ കുറേ ഉണ്ടായിരുന്നു. കാണാനൊക്കെ കുറേ കറങ്ങി നടക്കാൻ പറ്റും കേട്ടോ. പിന്നെ പറഞ്ഞൊരു കൊട്ടാരം, ഒരു കുഞ്ഞു വീടുകളും അങ്ങനെ കുറേ വീടുകൾ അങ്ങനെ വെച്ചിട്ട് അതിനൊക്കെ ഇലച്ചെടികൾ പടർത്തും, പൂക്കളും ഒക്കെ ഉണ്ടാവും, നല്ല ഭംഗിയാണ്. പിന്നെ ചെടിച്ചട്ടികളും നിറച്ച് പൂക്കളായിട്ട്, ചെടിച്ചട്ടി കാണാൻ പറ്റില്ല കേട്ടോ അങ്ങനെ. പിന്നെ എമിറേറ്റ്സ് ഡബിൾ ഡക്കർ കേട്ടോ. പിന്നെ അതുമ്മേ ചെടിച്ചട്ടികൾ വയ്ക്കും, എന്നിട്ട് പൂക്കളുണ്ടാക്കും, അങ്ങനെ കേട്ടോ. പിന്നെ അവിടെ ഗ്രേ എല്ലാം ഉണ്ടായിരുന്നു. അവിടെ നല്ല ഭംഗിയായിരുന്നു. ആ ഗ്രേ എല്ലാം ഞങ്ങൾ കണ്ടിട്ടില്ല, അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായി. പിന്നെ അതുപോലെ തന്നെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ ഇരിക്കാനൊക്കെ പറ്റുമായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞിരിക്കാൻ പറ്റുന്നത്. ഇവിടെ കണ്ടാ, അവിടെ ഇരിക്കാനൊക്കെ പറ്റും. പിന്നെ ഞങ്ങളിങ്ങനെ കുറച്ച് നടന്നു. അപ്പോൾ ഒരു തോട് പോലത്തെ സ്ഥലം കേട്ടോ. അവിടെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. വെള്ളമല്ലേ, അപ്പുറത്തെ വ്യൂ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഒരു പൂവായിരുന്നു അവിടെ, പിങ്ക് കളറിൽ, നല്ല ഭംഗിയായി, എനിക്കിഷ്ടമായി. പിന്നെ അവിടെ തന്നെ ആയിരുന്നു ആ കണ്ടതൊക്കെ, അതിൻ്റെ സൈഡിൽ വെച്ചിട്ടായിരുന്നു. അങ്ങനെ ഇത്തിരി ദൂരമുണ്ട് കേട്ടോ, ഇത്തിരി ദൂരമുണ്ട് അവിടെ പോരാ. അപ്പോൾ അങ്ങനെ ഒത്തിരി നീളുണ്ടല്ലോ. പിന്നെ ഞങ്ങൾ കണ്ടത് ഒരു എമിറേറ്റ്സ് പ്ലെയിനായിരുന്നു. അവിടെ നല്ല രസമുണ്ടായിരുന്നു. ആ പ്ലെയിനിൻ്റെ അടുത്ത് തൊടാനൊന്നും പാടില്ല, അടുത്തൊന്നും നിൽക്കാൻ പാടില്ല. പിന്നെ കുട പോലെ കേട്ടോ, അവിടെ കൊട്ടാരം പോലെ നല്ല ഭംഗിയുണ്ടായി. നമുക്ക് മറ്റേ ഇലച്ചെടി വെച്ചിട്ട് ഞങ്ങൾ ഫോട്ടോ ഫേസിൽ നിന്ന് ഫോട്ടോ എടുത്തു, ഹാർട്ട് ഷേപ്പിൻ്റെ അവിടെ നിന്നിട്ട്. പിന്നെ മയിൽ ഷേപ്പുണ്ട്, മയിലിനെ ഉണ്ടാക്കി വെച്ചേക്കട്ടാ, 2 എണ്ണം. അതിൻ്റെ നടുക്കിലൊരു ക്ലോക്ക, അത് കറങ്ങും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞാന കേട്ടോ. അത് എന്നെ കാണിച്ചു തരാം, ശരിക്കും കാണിച്ചു തരാം. അടിയിലത്തെ വ്യൂ കാണാൻ പറ്റും കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്കും കൂടി കയറാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയാനേനെ ഇപ്പോൾ കാണിച്ചു തരാം. കുട്ടിയാനല്ല, ഇതിപ്പോൾ ഒരു വേറെ സ്ഥലം. ഇവിടെ ഇങ്ങനെ കയറാനൊക്കെ പറ്റും, ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കറങ്ങാനായിട്ട് പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടിയാനേനെ മുഴുവൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇനി അവിടെ ഇതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു പുല്ല് വെച്ചിട്ട് കുതിരേനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ആകുമ്പോൾ കാണിച്ചു തരാം, ലാസ്റ്റ് ഭാഗം ആവാനാകുമ്പോൾ. ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിട്ടോ. അങ്ങനെ കുറേ കൂടുതലും പൂക്കൾ വെച്ചിട്ട് തന്നെയാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്, പൂക്കളും ഇലച്ചെടി അങ്ങനത്തെ ഒക്കെ. പിന്നെ അത് മാജിക് പോട്ട്, അതിന് ചായ വെക്കുന്ന ടൈപ്പില്ല, അതിന് ഈ പൂക്കളുകൾ ഇങ്ങനെ ഒഴുകി വരും. ഇതാണ് ഞാൻ പറഞ്ഞ ഫോട്ടോ സ്പോട്ട്. രാത്രിയാകുമ്പോൾ ഇതിൻ്റെ അറ്റത്തൊക്കെ ഒരു ലൈറ്റ് ഉണ്ട്, അത് കത്തും. അപ്പോൾ ഇവിടെ കുറേ പേരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെയാണ് ഇവിടെ ഡാൻസ് ഉണ്ടായത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫി ഡാൻസ്, നല്ല രസമാണ് കാണാനൊക്കെ. പിന്നെ ജിന്നുണ്ടായിരുന്നു സൈഡിൽ, ചിരിച്ചിരിക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കൊട്ടാര, ആ ജിന്നിൻ്റെ സൈഡിൽ തന്നെ കൊട്ടാര, അവിടെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ സ്റ്റേജ്. അപ്പോൾ അവിടെ സൂഫി ഡാൻസ് കളിക്കണ്ടായിരുന്നു. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രതിമകളുണ്ട്, അതിൻ്റെ മേത്ത് ഇങ്ങനെ ഡ്രസ്സുകൾ വെച്ചിട്ട്, അല്ല പൂവുകൾ വെച്ചിട്ട്, എന്നിട്ട് അതൊക്കെ കിടന്ന് കറങ്ങും, ഡാൻസ് കളിച്ച് കറങ്ങാൻ പോലെ. പിന്നെ ഞാൻ കോട്ടൻ കാൻഡി വാങ്ങി അങ്ങനെ കഴിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ കഴിച്ച് ഇതാണ് ഞാൻ പറഞ്ഞ കുതിര. ലാസ്റ്റ് കാണിക്കാമെന്ന് പറഞ്ഞില്ല, ലാസ്റ്റ് ഭാഗം ആവാനാകുമ്പോൾ ഞാൻ പറഞ്ഞത്. നല്ല ഫിനിഷിങ്ങിലായിരുന്നു അതിനുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മുളകൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ
ഉള്ളിൽ നിന്ന് ലൈറ്റ് മുകളിലേക്ക് ആക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതുവഴി നടന്നു വരിക, ഞങ്ങൾ അതുവഴി അങ്ങോട്ടേക്ക് പോവുമായിരുന്നു. പിന്നെ ഞങ്ങൾ നടന്നു സൈഡിലൊക്കെ നല്ല രസത്തിൽ കൊടകൾ വെച്ചിട്ടുണ്ടായിരുന്നു, മുകളിലെ ഇലകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.